ശരിക്കും ഏത്തപ്പഴമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ സമയത്ത് ചക്കപ്പഴോടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. ഇതിൻ്റെ പേര് ഏത്തപ്പഴം കൊതപ്പിച്ചതെന്നാണ്. അതിന് തന്നെ ഈ ഏത്തപ്പഴം ചെറിയ ആയിട്ട് കട്ട് ചെയ്ത് ഇച്ചിരി ഒരു വലിയൊരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചക്കയും അതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇത് ബട്ടറിനകത്താണ് ചെയ്യുക. ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ബട്ടറിനകത്ത് ചക്കപ്പഴം ഇടുക. ചക്കപ്പഴം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു. അതിൻ്റെ ഒരു കളർ ഒന്ന് മാറുന്ന സമയത്ത് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും ഏത്തപ്പഴം ഇടുക. അത് രണ്ടും കൂടെ ഒരു 2 മിനിറ്റ്സ് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ബട്ടറിനകത്ത് വഴറ്റിയെടുത്ത് സൈഡിലേക്ക് മാറ്റി വീണ്ടും ഒരല്പം ബട്ടറിനകത്ത് ഈ പഞ്ചസാര, ഇതൊക്കെ ഒരു ഷെഫിന്റെ രീതിയിൽ നമ്മൾ ഇച്ചിരി ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊന്നും സാധാരണ വീടുകളിൽ ഇങ്ങനെ ചെയ്യത്തില്ല. കയറ്റി എടുത്തിട്ട് പാലൊഴിച്ച് സ്റ്റൂ ഉണ്ടാക്കുന്ന പോലെയാണ്. ഷുഗർ നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. മെൽറ്റായിട്ട് ഇതിനകത്ത് കാരമലൈസ് ചെയ്ത് നന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അതിപ്പോൾ ഒരു സ്മെല്ല് വരുന്നില്ലേ, ലേശം ഏലക്ക പൊടി കൂടി ബട്ടറിനകത്ത് ഇടുകയാണ്. എന്നിട്ട് നല്ല കട്ടിയുള്ള ഒന്നാം പാലിലേക്ക് കുറച്ച് അരിപ്പൊടി, പുട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ, ആ പൊടി വീട്ടിലുള്ളത് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയിട്ട് ആ അരിപ്പൊടിയൊക്കെ ഇരുന്ന് വരും. കുറുകി വന്നിട്ട് ഇതാണ് അതിൻ്റെ പരുവ്. എല്ലാം ഒരു പ്രത്യേകതരം ഫ്ലേവറാണ്. ഈ പഴത്തിന് പോലും ഒരു സ്വാദ് വേറെ ആയിരിക്കും. കുറുക്കി ഈ പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏത്തക്ക കുതപ്പിച്ചാവും. ഇത് അപ്പം ഇടിയപ്പത്തിലൂടെ ഉഗ്രൻ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനമാണ്.